ഹായ് ഹലോ ഗുഡ് ഈവനിങ്. വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗങ്ങളിൽ നമ്മുടെ സത്യകുട്ടി നേരെ ശാരദാമ്മയോട് പറയുന്നുണ്ട്. ഓൾഡ് ലേഡി എന്നൊക്കെ വിളിക്കുമ്പോൾ ആ ഒരു ഗർവിൽ ശാരദാമ്മ പിണങ്ങിയിരിക്കുകയാണ്. അന്നേരം സത്യകുട്ടി അടുത്ത് ചെന്നിട്ട് പറയാണ്, എന്താ ശാരദാമ്മ ഇങ്ങനെയൊക്കെ, എനിക്ക് നമ്മുടെ പപ്പിയുടെ വീട്ടിലെ പപ്പിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ആൻറ്റിയുണ്ട്, അങ്കിളുണ്ട്, വല്യച്ഛനുണ്ട്, പിന്നെ അച്ചമ്മയുണ്ട്, അച്ചച്ചനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എനിക്കാണെങ്കിലോ ഇവിടെ എൻ്റെ ശാരദാമ്മയും അമ്മയും മുത്തച്ഛനും മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്നാൽ അവരെക്കാളൊക്കെ എല്ലാവരെക്കാളും എനിക്കെൻ്റെ ശാരദാമ്മയുണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശാരദാമ്മയ്ക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. എന്നിട്ടപ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഇതെന്താ ആർക്കും ഇവിടെ ഒന്നും വേണ്ട, എന്നാൽ ഞാൻ ഭക്ഷണമൊക്കെ തിരിച്ചെടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് ശാലിനി തിരിയുമ്പോൾ നമ്മുടെ ശാരദാമ്മ പറയുന്നുണ്ട്, ആർക്കും ഇവിടെ ഭക്ഷണം വേണ്ടാത്ത, എനിക്കും എൻ്റെ മോക്കും ഭക്ഷണമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മൂവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡൈനിങ്ങിൽ ചെന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സത്യകുട്ടി ഭക്ഷണത്തിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ ശാരദാമ്മയുടെ വായിക്ക് വെച്ച് കൊടുക്കുകയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ശാരദാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ ശാരദാമ്മയ്ക്ക് ഭക്ഷണം തരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മ സന്തോഷത്തോടെ നമ്മുടെ സത്യകുട്ടി കൊടുത്ത ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ശാലിനിക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യാമ്മയുടെ വീടാണ്. അപ്പോൾ സത്യാമ്മയുടെ വീട്ടിലേക്ക് കാണിക്കുമ്പോൾ അവിടെ വിഷ്ണു അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ വിഷ്ണു അവിടെ നിൽപ്പുണ്ടുമ്പോൾ വിഷ്ണുവിൻ്റെ അതിന് മുന്നേ നമ്മുടെ രോഹിത് ഹോട്ടലിൻ്റെ നവീകരണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റൊക്കെ എടുത്ത് നമ്മുടെ രാഘവൻ നായരെയും സത്യാമ്മയൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാവും. എന്നിട്ട് നമ്മുടെ രോഹിത് തന്നെ സത്യാമ്മയോട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ്. ഈ ഭാഗത്ത് പ്ലേ ഗ്രൗണ്ടായിട്ട് ഒരെണ്ണം കൊടുക്കാമെന്നും ഇതിവിടെ ഇങ്ങനെ നമ്മുടെ ഡൈനിങ് ഹാൾ ഇങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിശദീകരിച്ചിട്ട് നമ്മുടെ രോഹിത് പറയുന്നുണ്ട്, ഇനി സത്യാമ്മ ഞാൻ പോവുകയാണ്, ഒരുപാട് താമസിച്ചു പോയി എന്നൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ രാഘവൻ നായർ സത്യാമ്മയോട് പറയുന്നുണ്ട്, രോഹിത് വന്നതിന് ശേഷം ഹോട്ടലിനൊരു ഉണർവ് വീണിട്ടുണ്ട്, എല്ലാത്തിലും മിടുക്കന, എല്ലാത്തിലും ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സത്യാമ്മയും പറയാം, അതെ അത് ശരിയാ, ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ, എന്തോ പ്രയോജനം, 6 വർഷമായി അവനൊന്ന് ചിരിച്ചിട്ട്, നേരെ ഒരു TV കണ്ടിട്ട്, ഒരു സിനിമ കണ്ടിട്ട്, ഒരു പാട്ട് കേട്ടിട്ട് അവൻ്റെ ആരെങ്കിലും ഇവിടെ ചത്താൽ തന്നെ അതിനൊരു അന്തമില്ലേ, മരണത്തിന് തന്നെ അതിൻ്റെ ദുഃഖാചരണം തീരാൻ തന്നെ കുറച്ച് സമയങ്ങളിലേ വേണ്ടി, പിന്നെ ഇവനിത് എന്ത് ഭാവിച്ച എന്നൊക്കെ പറയുന്നതെല്ലാം നമ്മുടെ വിഷ്ണു മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു കട്ടൻ ചായ എടുത്ത് കുടിക്കുന്ന സമയത്താണ് സത്യാമ്മ ഇത് പറയുന്നത്. അപ്പോൾ അതെല്ലാം വിഷ്ണു കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാൽ ഒരു ഭാര്യയാണ് അവന് ആവശ്യമെങ്കിൽ ഞാനൊരു പെണ്ണ് നോക്കി, അതുപോലും അവന് ഇഷ്ടമല്ല, അവൻ അതിനും താല്പര്യമില്ല, പിന്നെ എന്തിനാ ഇവൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ രാഘവൻ നായർ ഭാമേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഭാമ മൈൻഡ് ചെയ്യാതെയാണ് സത്യാമ്മ ഇതൊക്കെ പറയുന്നത്. വിഷ്ണു അവസാനം പറയാം, അമ്മ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോയെന്ന്. അപ്പോഴാണ് ഈ നമ്മുടെ സത്യാമ്മ വിഷ്ണു അത് കേട്ടു എന്ന് മനസ്സിലാവുന്നത്. എന്നിട്ട് സത്യാമ്മ പറയുന്നുണ്ട്, ഞാൻ വെറുതെ ഇരിക്കുന്നത് പറയുന്നതാണ് കുഴപ്പം, അല്ലാതെ കാണിക്കുന്നതല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല, നിനക്കിപ്പോൾ ഇവിടെ എന്താ വിഷമം, നീ എന്താ ഇതിന് വേണ്ടി ഒരു പാതകം, ഞാൻ എന്ത് പാതകമാണ് ഇതിന് വേണ്ടി ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട്, അമ്മ ഒന്നും ചെയ്തതല്ലേ, അമ്മ ചെയ്തത് തന്നെ വളരെ ഉപകാരമാണ്, എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, ഞാൻ ഒരുക്കി കൂട്ടി വെച്ചിരുന്ന എൻ്റെ എല്ലാം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സത്യാമ്മ പറയുന്നുണ്ട്, നിൻ്റെ വിഷ്ണു ലോകം, അതായത് ഹോട്ടൽ, നീ ഇഷ്ടപ്പെട്ട, നീ ആഗ്രഹിച്ചൊക്കെ സ്വന്തമാക്കി നിൻ്റെ ഹോട്ടൽ, അതൊരു വിഷ്ണു ലോകം, അവിടെ പോലും നീ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, പിന്നെ നീ ഇതെന്ത് അടിസ്ഥാനത്തിലായി ഓരോന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വിഷ്ണു അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് വിഷ്ണുവിനോട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം സത്യാമ്മ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് വിഷ്ണുവിന് വീണ്ടും ദേഷ്യം വന്ന് കയ്യിലിരുന്ന കട്ടൻ ചായ കുടിച്ചിരുന്ന ഗ്ലാസ് ഉൾപ്പെടെ എടുത്ത് നിലത്ത് എടുത്ത് ഉടയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും രാഘവൻ നായർക്ക് നല്ല വിഷമമുണ്ട്. എന്നിട്ട് വിഷ്ണു അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സുസ്മിത നമ്മുടെ ചിറ്റപ്പനെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ചിറ്റപ്പ ഇങ്ങനെ ഞാൻ ശ്യാമയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാനായിട്ടൊക്കെ ഏർപ്പാട് ചെയ്തു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിറ്റപ്പൻ പറയുന്നുണ്ട്, നീ ഇതെന്തായിട്ട്, നീ മരക്കഴുതിയായി പോയല്ലോ, നീ ഒരു മേയറാണെന്ന് പോലും ഓർത്തില്ലല്ലോ, നീ ഇതെന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിറ്റപ്പൻ ധാരാളം വഴക്ക് സുസ്മിതയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചിയും അളിയനും ഒന്നും ഇവിടെ ഇല്ലാതായി പോയി, എന്തൊക്കെ നീ കൂട്ടുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം പറയുന്നുണ്ട്. ഇങ്ങനെയാണോടി, നിനക്ക് വേണമെങ്കിൽ കൊച്ചു കുട്ടികളുടെ അടുത്താണോ നിൻ്റെ പരാക്രമം, നീ വേണമെങ്കിൽ നിനക്ക് ഞാൻ ഐഡിയ ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞ്
പറഞ്ഞ് നമുക്ക്, അതായത് പ്രേക്ഷകർക്ക് സൈലൻ്റാക്കി നിർത്തിക്കൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയകൾ, അതായത് നമ്മുടെ ചിറ്റപ്പൻ സുസ്മിതയ്ക്ക് അടുത്ത എന്തോ വളഞ്ഞ ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് സുസ്മിത പറയുന്നത്, അയ്യോ ഇത് ഇങ്ങനൊരു സാധനം ചിറ്റപ്പൻ തോന്നിയല്ലോ, ചിറ്റപ്പൻ ഇപ്പോൾ ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് സുസ്മിത ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിട്ട് ഫോണും വയ്ക്കുന്നുണ്ട്. ഞാനത് ഏറ്റു എന്നൊക്കെ പറഞ്ഞ് ഫോണും വയ്ക്കുന്നു. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോർപ്പറേഷനിലെ ജോലിയുള്ള രാജു എന്ന ഒരാൾ അവിടെ പിന്നെ സത്യാമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ രാഘവൻ നായർ പറയുന്നുണ്ട്, ആ രാജു വന്നല്ലോ, ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ ഇരിക്കാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ വിഷ്ണു പറയുന്നു, എന്താ വിശേഷം? ഇപ്പോൾ ഒരു വിശേഷം ഉണ്ടെന്ന് പറയണം, സത്യാമ്മയെ കൂടി വിളിക്കാൻ പറയും. അങ്ങനെ സത്യാമ്മയെ രാഘവൻ നായർ വിളിക്കുന്നുണ്ട്. അപ്പോൾ സത്യാമ്മ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഈ പിന്നെ രാജു എന്ന് പറഞ്ഞ ആൾ പറയുന്നുണ്ട്, വിശേഷമായിട്ട് പറയാനൊന്നുമല്ല, ഒരു അല്പ പ്രയാസമുള്ള കാര്യമാണെന്നൊക്കെ. അപ്പോൾ ചോദിക്കുക, അതെന്ത് കാര്യമാണ് എന്നൊക്കെ നമ്മുടെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയെന്ന് വെച്ചാൽ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സത്യാമ്മ അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ രാജു എന്താ, അയ്യോ ഞാൻ ഇവിടുന്ന് മറക്കുമോ, എനിക്ക് ഇവിടെ കാരണമല്ലേ ജോലിയൊക്കെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് സത്യാമ്മയോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ രാജു പറയുന്നുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ ഹോട്ടലിരിക്കുന്നത് ഇപ്പം പുതിയ ഫയലിൽ ആരോ ഫയൽ ചെയ്ത് വെച്ചതാണ്, ആ സ്ഥലം പുറമ്പോക്കാണ്, സർക്കാർ ഭൂമിയാണെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് സർക്കാർ ഭൂമിയാകുന്നത്? അത് അപ്പുറത്തെ ഒരു 30 സെൻറ്റ് സ്ഥലം നിലമായിട്ട് കിടക്കുന്നത് അത് സർക്കാർ ഭൂമിയാണ്. അത് കണ്ടുകെട്ടി അത് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഹോട്ടലിരിക്കുന്ന ഭാഗമാണ് സർക്കാർ ഭൂമിയെന്നും പറഞ്ഞൊരു ഫയൽ വന്നിട്ടുണ്ട്, അതിനൊരു അല്പം റിസ്ക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ രാജു പറയുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവും നമ്മുടെ സത്യാമ്മയൊക്കെ അന്തം വിട്ടിരിക്കുകയാണ്. അതെങ്ങനെ, ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ മുൻപ്രമാണവും എല്ലാ കാര്യങ്ങളും രജിസ്റ്റർ ഓഫീസും എല്ലാം ചെക്ക് ചെയ്തിട്ടല്ലേ ഞങ്ങൾ ചെയ്തത്, പിന്നെ ഇതാരാ എന്തൊക്കെയാണ് ചെയ്ത് വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സത്യാമ്മയും പറയുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ, അതായത് രാജു എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, പിന്നെ കമൻറ്റ് തരണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക്